ദില്ലിയിൽ വായുമലിനീകരണം രൂക്ഷമാണ്. വായു നിലവാര സൂചിക 390 കടന്നതോടെ നഗരത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത പുകമഞ്ഞും മലിനീകരണവും ദില്ലിയിലെ ഗതാഗത സംവിധാനങ്ങളെ താറുമാറാക്കിയിട്ടുണ്ട്. ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മാത്രം 118 വിമാനങ്ങൾ റദ്ദാക്കി. 16 വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയും ചെയ്തു. യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് തിരിക്കും മുൻപ് കൃത്യമായ സ്റ്റാറ്റസ് പരിശോധിക്കണമെന്ന് അതോറിറ്റി നിർദ്ദേശിച്ചു. അടുത്ത 2 ദിവസം കൂടി ദില്ലിക്ക് പുറമെ പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ മലിനീകരണം തുടരുമെന്നാണ് മുന്നറിയിപ്പ്. നൊബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നൊബിൾ, വായുമലിനീകരണം ഉച്ചസ്ഥായിയിലാണ്, അതിരൂക്ഷമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് സാഹചര്യം? പുറത്തേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണോ നൊബിൾ? സ്മൃതി, ഇപ്പോൾ 2ാം ദിവസവും ഏറ്റവും ഗുരുതരമായ സാഹചര്യത്തിലാണ് വായു ഗുണനിലവാരം ഉള്ളത്. 400 മുകളിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. അത് മാത്രമല്ല, ദില്ലിയിൽ 2ാം ദിവസവും റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. പുലർച്ചെയും വൈകുന്നേരങ്ങളിലുമാണ് ഏറ്റവും സാഹചര്യം മോശമാവുന്നത്. പ്രത്യേകിച്ച് പുകമഞ്ഞ് നിറയുകയാണ്. ഇത് കാഴ്ചാപരിധിയെ ബാധിക്കുന്നുണ്ട്. ഒപ്പം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ആളുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ വലിയ തരത്തിൽ ഗതാഗത സംവിധാനങ്ങൾ താറുമാറായിരുന്നു. ഇന്നും അതിന് മാറ്റമുണ്ടായില്ല എന്നാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ഫ്ലൈറ്റുകൾ 113-ലധികം ഫ്ലൈറ്റുകൾ ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട്. ഒപ്പം 16 വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടു. അതോടൊപ്പം 134 വൈകിയാണ് സർവീസ് നടത്തുന്നത്. ട്രെയിൻ ഗതാഗതത്തെയും ബാധിച്ചിട്ടുണ്ട്. 100-ലധികം ട്രെയിനുകൾ വൈകി സർവീസ് നടത്തുന്നു എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തുന്നതിന് മുൻപ് കൃത്യമായി തന്നെ വിമാന കമ്പനികളുമായി ബന്ധപ്പെടാൻ നിർദ്ദേശം എയർപോർട്ട് അതോറിറ്റി നൽകുന്നു. ദില്ലിയിൽ വലിയ മോശം സാഹചര്യമാണ് ഉള്ളത്. എന്താണെങ്കിലും ഈ സൂര്യൻ വന്ന് ഇപ്പോൾ ഏറെക്കുറെ ഉച്ചയാകുമ്പോഴേക്കും സാഹചര്യത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ രാവിലെയും അതുപോലെ തന്നെ രാത്രി സമയങ്ങളിലൊക്കെ വലിയ മോശം സാഹചര്യത്തിലാണ് കാഴ്ചാപരിധി ഉള്ളത്. വരും ദിവസങ്ങളിൽ തുടരും എന്ന മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥ വകുപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും വായു ഗുണനിലവാരം 400 മുകളിലേക്ക് പോകുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ആളുകൾ ഉണ്ടാക്കുന്നു എന്നാണ്. പ്രത്യേകിച്ച് ശ്വസിക്കാനടക്കം ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ പ്രായമായ ആളുകൾ, കുഞ്ഞു കുട്ടികളൊക്കെ വലിയ ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്യുന്നുണ്ട്. പരിഹാരം കാണാൻ സർക്കാരിന് ഇപ്പോഴും കഴിയാത്ത വലിയ വിമർശനം വിളിച്ചു വരുത്തുകയും ചെയ്യുന്നു ഇരട്ട എഞ്ചിൻ സർക്കാർ. പ്രത്യേകിച്ച് കേന്ദ്രവും സംസ്ഥാനവും BJP കീഴിലാണുള്ളത്. ഈ സർക്കാരിനെതിരെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒക്കെ ഒരുപോലെ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുകയാണ്. അതാണെങ്കിലും സാഹചര്യം വരും മണിക്കൂറുകളിൽ അത്യാവശ്യം കൂടുതൽ മെച്ചപ്പെടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അപ്പോഴും വീണ്ടും വൈകുന്നേരമാകുമ്പോൾ, പ്രത്യേകിച്ച് ഈട്ടാവുമ്പോൾ വീണ്ടും പുകമഞ്ഞ് നിറയുകയും ഈ കാഴ്ചാപരിധി അത് ബാധിക്കുകയും ചെയ്യും. അത്തരത്തിലൊരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയാണ് ദില്ലി കടന്നു പോകുന്നത്. ഇപ്പോൾ ഓറഞ്ച് അലർട്ടിൽ നിന്ന് ദില്ലി റെഡ് അലർട്ടിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.